ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ചിക്കൻ മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ കഴുകിയെടുക്കുന്നതാണ്. ചിക്കൻ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നത്, എന്നാലും നമ്മളൊന്നും കൂടെ നല്ല ഫ്രഷാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഇഞ്ചിയുടെ പീസും പിന്നെ ഒരു 10-20 ചെറിയ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകിയ ചിക്കനിലേക്ക് നമുക്ക് അതിലേക്ക് മന്തി മസാല ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 മാഗി ക്യൂബിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ ഒരു ടേബിൾ സ്പൂണോളം വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു നുള്ളു കളറും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ. അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. കളറൊക്കെ അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ യൂസ് ചെയ്തത്. ഞാൻ എപ്പോഴും കളർ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം ഇതിൽ വന്നാൽ ഭയങ്കര ടേസ്റ്റാണ്, വേറെ ലെവലായിരിക്കും മന്തി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എപ്പോൾ മന്തി വെക്കുമ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കം അതാ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് മന്തി വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ചോപ്പ് ചെയ്തതും കൂടെ അതിലിട്ടുന്നുണ്ട്. അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നമ്മൾ ഈ ചിക്കൻ മുങ്ങിക്കെടുക്കുന്ന രൂപേണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലോ ചിക്കനിൽ നല്ലപോലെ മസാല ഒക്കെ പിടിച്ച് ഈ ഓയിലും നമുക്ക് ചോറിലേക്ക് ഒഴിക്കേണ്ട ഓയിലാണ് കേട്ടോ. അത് വേണം. ഇനിയിപ്പോൾ ഇത് അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതും ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനും അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെമ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടായി വന്നാൽ കറുകപ്പട്ട, കറാമ്പൂവ്, സവാള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നമുക്ക് ഉണക്കനാരങ്ങയും കൂടെ ഇടാം കേട്ടോ. എനിക്ക് ഉണക്കനാരങ്ങ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടായിരുന്നത് കേട്ടോ ഉണക്കനാരങ്ങ. ഇനി നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കണം. ഈ ടൈമിൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പീസ് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ട്. റൈസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മാഗി ക്യൂബ് ഇട്ട്. പിന്നെ ഈ വെള്ളത്തിനനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കണം. ഒരിക്കലും കൂടുതൽ ഇട്ട് കൊടുക്കരുത്. മാഗി ക്യൂബ് ഇട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നുള്ള ഉപ്പ് ഉണ്ടാവും അതിൽ. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അങ്ങനെ അരി കഴുകിയിട്ട് ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ച് ഓയിലും മാറ്റി വെക്കണം. എന്നിട്ട് ആ പാനിലേക്ക് നമ്മളെ ചോറ് ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ടതിന് ശേഷം ഒരു നുള്ളു കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതായത് ചോറിന് കളർ ഭംഗി വരാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി കലക്കിയതും പിന്നെ റെഡ് കളറും കൂടെ കലക്കിയിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് മേലെ കൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മുളക് എടുത്തിട്ട് അതിന് ഉള്ളിൽ കുത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ ആ നാരങ്ങയും കൂടെ വെച്ച് കൊടുത്താൽ വേറെ ടേസ്റ്റ് കിട്ടും. പിന്നെ ചിലവർ സ്മോക്കും കൂടെ വെക്കും. ഞാൻ സ്മോക്ക് വെക്കാതെയാണ് മന്തി വെക്കാറ്. എൻ്റെ വീട്ടിലാർക്കും ഇഷ്ടമല്ല സ്മോക്കുള്ള മന്തി ഇട്ടാൽ, അതുകൊണ്ടാണ് സ്മോക്ക് ഇല്ലാത്തത്. ഇനി ഒരു സൈഡിൽ നിന്ന് ഞാൻ ചിക്കൻ മാറ്റി വെച്ചിട്ട് ചോറ് ഇതാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു സാധനം മറന്നു പോയിട്ടുണ്ട്. സോസ് ഒഴിക്കാൻ മറന്നു. പക്ഷെ സോസ് ഇത് ഒഴിച്ചത് കൂടിപ്പോയി. സോസ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സോസൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ആ ദം ചെയ്യുമ്പോൾ മാത്രം ഒഴിക്കാറാണ്. അത് ഒഴിക്കാൻ മറന്നപ്പോഴാണ് സോസ് ഒഴിച്ചത്. അപ്പോൾ കൂടിപ്പോയിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടാണ് കുഴച്ചെടുത്തത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി മന്തി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.